ഓലമേഞ്ഞ കുടിലിൽ കോരിച്ചൊരിയുന്ന മഴയത്തെ ചോർച്ചയടയ്ക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നീ കിടന്നിട്ടുണ്ടോ? അവൻ കിടന്നിട്ടുണ്ട്. അവന്റെ മൊത്തം കുടുംബം കിടന്നിട്ടുണ്ട്. സത്യം പറഞ്ഞ ചേട്ടായി, ഇങ്ങനൊരു ദിവസം ചേട്ടായി ആഗ്രഹിച്ചിരുന്നില്ലേ? പോലെ നിന്റെ കൈകൾ പാറട്ടെ, നിന്റെ കഴിവിനാൽ എതിരാളി തളരട്ടെ. നരഹരം ഇത് തുടരും ഈ വേളയിൽ, പ്രഹരണം ഇത് നിലച്ചിടും ചോരയിൽ. ഗതിയുടെ പോലെ നിന്റെ കൈകൾ പാറട്ടെ, നിന്റെ കഴിവിനാൽ എതിരാളി തളരട്ടെ. ഹായ് ഗെയ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം ഗെയ്സ്. അപ്പോൾ കുറേ നാളായി വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ വ്ളോഗാണ്. എൻ്റെ ലൈഫിൽ ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ദിവസമാണ് ഇന്നത്തെ ദിവസം. ഗെയ്സ്, ഞാൻ ഭയങ്കരമായിട്ട് ഞാൻ ഒരു വല്ലാത്തൊരു ദിവസമാണ് ഇന്ന് ഗെയ്സ്. അപ്പോൾ ഞാൻ എൻ്റെ ആദ്യമായിട്ട് ഗെയ്സ്, ഞാനിങ്ങനെ എൻ്റെ 23ാമത്തെ വയസ്സിൽ ഞാൻ ആദ്യമായിട്ടൊരു വലിയൊരു കാര്യം നേടിയെടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ആ ഒരു ദിവസമാണ് ഇന്ന്. അപ്പം എല്ലാവരും ഉണ്ട്. എല്ലാവരും എന്തിനും ഇവിടെ ഇങ്ങനെ നിൽക്കുന്ന സ്റ്റാച്ചുവാ. നല്ലൊരു കഴിക്കുവാനായിട്ട് എല്ലാവരും ഇവിടെ ഇങ്ങനെ നിൽക്കുവാണ് ഗേസ്. അപ്പം ഞാൻ ഇന്ന് എൻ്റെ പേരിൽ ചെറിയൊരു വസ്തു വാങ്ങാനായിട്ട് പോവാണ്. ഒരു ചെറിയൊരു എന്താ പറയുക, എങ്ങനെ പറയും അപ്പം അതിനെ, എനിക്ക് ചെറിയൊരു സംഭവം വാങ്ങാനായിട്ട് പോവാണ്. അപ്പം അതിൻ്റെ രജിസ്ട്രേഷനാണ് ഇന്ന്. ഞാൻ എന്തൊക്കെയോ പറയണമെന്ന് പ്ലാൻ ചെയ്തിട്ടാണ് ഞാൻ ഒരു വീഡിയോ ഓണാക്കിയത്. പക്ഷേ വീഡിയോ ഓണായ സമയത്ത് എന്ത് പറയണമെന്ന് അറിഞ്ഞൂടാ. ഭയങ്കര എക്സൈറ്റഡ് ആണ്. കുറേ വർഷങ്ങൾക്ക് ശേഷം എൻ്റെ ലൈഫിൽ നടക്കാൻ പോകുന്ന വലിയൊരു സംഭവമാണിത്. അപ്പം എല്ലാവരും ഉണ്ട്. ഈ നിമിഷത്തിൽ ഉമ്മാക്ക് എന്താണ് പറയാനുള്ളത്? സന്തോഷം. വേറെ ഒന്നും പറയാനില്ല ഈ ഒരു നിമിഷത്തിൽ. കണ്ടൊക്കെ പറഞ്ഞല്ല. ആപ്പാക്ക് എന്താണ് പറയാനുള്ളത്? ഇത്രയും കഷ്ടപ്പാട് കൊണ്ട് നേടിയത് കാര്യത്തിൽ നല്ലൊരു കാര്യം തന്നെ. സന്തോഷമുണ്ട്. ഹർഷൻ എന്താണ് പറയാനുള്ളത്? അനിയൻ്റെ എന്നുള്ളത് അല്ലെങ്കിൽ ഏറ്റവും വലിയ അതെ ഗേസ്, എനിക്ക് 23 വയസ്സാണ്. എനിക്ക് 24 ആവാൻ പോകുന്നുള്ളൂ. എൻ്റെ 23 വയസ്സിൽ ഞാൻ ഏകദേശം എൻ്റെ 2 വർഷത്തെ ഒരു 2-3 വർഷത്തെ കഷ്ടപ്പാടാണ്. ഞാൻ കുറേ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു 6-7 വർഷമായി ഞാൻ ഈ യൂട്യൂബ് അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ 18ാമത്തെ വയസ്സ് തൊട്ട് ഞാൻ കുറേ ജോലി ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ അതിനുശേഷമാണ് യൂട്യൂബ് എന്നുള്ളൊരു മേഖലയിലോട്ട് വന്നത്. അതിനുശേഷം ഞാൻ കുറച്ച് നാളെ എൻ്റെ സന്തോഷത്തിന് വേണ്ടി മാത്രമായിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ ചെയ്തു. അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വന്ന് ഏകദേശം ഒരു 2 വർഷത്തെ ഒരു പ്രയത്നത്തിലാണ് ഞാൻ ഈ ഒരു സംഭവം എല്ലാം നേടിയെടുക്കുന്നത്. അതിലെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ചെറിയൊരു ലോണും കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നാലും അത് ഉടനെ അത് ക്ലിയർ ആക്കണം. അപ്പം ഇന്ന് അതിൻ്റെ ബാക്കി കാര്യങ്ങളിലോട്ടാണ് പോകുന്നത്. അപ്പം പോവല്ലേ? അങ്ങനെ വീടൊക്കെ പൂട്ടിയുമ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. എന്തൊരു ബാഗിൽ പൈസ. കഴിഞ്ഞ ദിവസം ഇരുന്ന് പൈസയൊക്കെ ഇടേണ്ട ഒരു സീനുണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം ഉമ്മായും പാപ്പയും കൂടെ ഇരുന്ന് ആ പൈസയൊക്കെ ക്ലിയർ ചെയ്ത്. ഇന്നും കൂടെ ഉള്ളു പൈസയൊക്കെ പോകുന്നത്. ഇത് ഉമ്മായൊക്കെ സന്തോഷത്തോടെ നിൽക്കണം കേട്ടോ. ഇതപ്പോൾ നമുക്കിനി അങ്ങോട്ട് പോവാം. ആദ്യം ഇങ്ങോട്ട് വേണം. അപ്പോൾ പോണ കിളിമാനൂർ നേരെ രജിസ്റ്റർ ഓഫീസിലോട്ടാണ് പോണത്. നമ്മൾ മാത്രമേ ഉള്ളൂ അല്ലേ? ഓക്കെ. അപ്പോൾ നമുക്കിനി നേരെ അവിടെ എത്തിയിട്ട് കാണാം. അപ്പം നമ്മളിവിടെ ആധാരം എടുത്ത ഓഫീസിൽ എത്തിയിട്ടുണ്ട്. വാപ്പതോ അങ്ങോട്ട് പോണ്. അവിടെയാണ് ഒരു ബ്രോക്കറും അതുപോലെ ഓണറൊക്കെ വന്നിട്ടുണ്ട്. പുറകിലാണ് മെയിൻ ആൾക്കാർ ഇരിക്കുന്നത്. ഇത് ആധാരം എടുത്ത ഓഫീസ് വരെ അങ്ങ് വാങ്ങാൻ നിന്നതാണ് അല്ലേ? പിന്നെ അവർക്കൊരു ബുദ്ധിമുട്ടാവണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഉമ്മ ഇതില് പറയുന്നത് അറിയാം. അപ്പൊ ഇന്നത്തെ ആധാരം എഴുതുന്ന ഉമ്മയായിരിക്കും. അപ്പൊ നമുക്ക് ഉമ്മയുടെ എഴുത്ത് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അപ്പൊ ഇനിയിപ്പോ എന്തെങ്കിലും അങ്ങോട്ട് കയറിയിട്ട് എടുക്കാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. എന്നാലും അത് കഴിഞ്ഞിട്ടൊക്കെ വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാം. ഇതാണ് നമ്മുടെ കിളിമാനൂർ സബ് രജിസ്ട്രാർ ഓഫീസ്. ഗെയ്സ്, അങ്ങനെ നമ്മൾ ഇതിനകത്ത് കയറിയിട്ടുണ്ട്. ഉമ്മായും പാപ്പായും ഇവിടെ ഇരിപ്പുണ്ട്. അപ്പം നമ്മുടെ ഡോക്യുമെൻറ്റേഷനും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുവാണ്. കുറേ ഒപ്പും കാര്യങ്ങളൊക്കെ ഇടാനായിട്ടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ജസ്റ്റ് നമ്മുടെ ഫിംഗറും കാര്യങ്ങളൊക്കെ പതിച്ച് അങ്ങനെ ഒഫീഷ്യലി വീടും സ്ഥലവും എൻ്റെ പേരിലോട്ടാവാൻ പോകുന്ന ഒരു നിമിഷമായിരുന്നു ഇത്. ഇതങ്ങനെ രജിസ്ട്രാർ ഓഫീസിലെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പം നമ്മൾ ബാങ്കിലാണ് ഇരിക്കുന്നത്. ഇനി ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ
എല്ലാം സെറ്റ് ആവുമല്ലേ? ഓക്കെ, എല്ലാം തീരും. കേസ് അങ്ങനെ ബാങ്കിലെ പരിപാടി കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ രജിസ്ട്രേഷന്റെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? ഉമ്മാരെ കയ്യിലിരിക്കുന്ന ചെക്കാണ്. ഇനി നമുക്ക് ചെക്ക് അവിടെ കൊടുക്കണം, താക്കോല് മേടിക്കണം. അപ്പൊ അത്ര പരിപാടിയും കൂടെ ഉള്ളൂ. എന്താണ് അപ്പൊ ഇനി നമുക്ക് പോയിട്ട് ഇത് കൊടുക്കുക, ചെക്ക് കൊടുക്കുക. അതുപോലെ തന്നെ ഇനി താക്കോല് മേടിക്കുക. എത്ര ചടങ്ങേ ഉള്ളൂ. ബാക്കി എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ സമയം എത്ര മണി കഴിയുമ്പോ 2 മണി കഴിഞ്ഞല്ലേ? എന്തിനാ 2 മണി കഴിഞ്ഞു, 3 മണിയാവാറായി. അപ്പൊ ഇനി നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. അങ്ങനെ ഫൈനലി നമുക്ക് ബാങ്കിൽ നിന്ന് കിട്ടിയ ചെക്ക് കൈമാറിയിട്ട് ഞാൻ താക്കോലും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ താക്കോല് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അവിടുത്തെ പരിപാടി എല്ലാം കഴിഞ്ഞ് അങ്ങനെ ഒഫീഷ്യലി ഇത് നമ്മുടെ വീടായിരിക്കുകയാണ്. അങ്ങനെ നമ്മള് വീഡിയോ അടിച്ചു. അപ്പൊ ഇനിയിപ്പോ എന്തായാലും ജസ്റ്റ് അങ്ങോട്ടൂടെ പോയിട്ട് അതുകൂടെ നമ്മളെ വീട്ടിലോട്ട് പോയിട്ട് അതുകൂടെ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് കുറ്റിമൂട് ജംഗ്ഷൻ. ഇവിടെ നിന്ന് ഒരു 100 മീറ്ററേ ഉള്ളൂ നമ്മുടെ വീട്ടിലോട്ട് പോകാനായിട്ട്. ഇവിടെ നിന്ന് ജസ്റ്റ് ഇങ്ങനെ വളഞ്ഞിട്ട് ഇതാണ് കുറ്റിമൂട് വാട്ടർ അതോറിറ്റിയിൽ ഇങ്ങനെ കയറി. കേസ് അങ്ങനെ നമ്മള് നമ്മുടെ വീട്ടിലെത്തിയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ചുറ്റാ കാണിച്ചു തരാം. ഇത് ഈ വീട് നമ്മൾ ജസ്റ്റ് പണി തീർന്നിട്ടില്ല, കുറച്ച് പണിയും കൂടെ ഇവിടെ ഉണ്ട്. നമ്മൾ മെയിനായിട്ടും സ്ഥലമാണ് നോക്കിയത് അല്ലേ? സ്ഥലമാണ് നോക്കിയത്. ഫസ്റ്റ് നമ്മൾ ഇവിടെ വരുന്ന സമയത്ത് അത് നമ്മൾ കയ്യിൽ പൈസയൊന്നുമില്ല. നമുക്കിങ്ങനെ ജസ്റ്റ് ഒരു ഐഡിയയിൽ നമുക്കൊരു സ്ഥലം നോക്കാം, നമ്മുടെ വീട് പുതുക്കി പണിയാന്നായിരുന്നു നമ്മുടെ പ്ലാന്. അപ്പം ഉമ്മ തന്നെ പറഞ്ഞ് നമുക്കൊരു അല്ലാത്തൊരു സ്ഥലം നോക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ഇറങ്ങിയതാണ്. അങ്ങനെ ഞാനും പാപ്പായും ഉമ്മയും കൂടെയൊക്കെ, അവൻ ജോലിക്ക് പോയിരുന്നു. ഉണ്ടായിരുന്നല്ലേ? നീ ഉണ്ടായിരുന്നാടാ എന്നൊക്കെ? ആ, നമ്മളങ്ങനെ കുറേ സ്ഥലങ്ങളൊക്കെ കണ്ട് കുറേ വീഡിയോകളും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അവസാനം നമ്മൾ ജസ്റ്റ് ഇവിടെ വന്നതാണ്. വന്ന് കണ്ടപ്പോഴേ ഉമ്മാടെ ആകെ കാണുന്ന മുമ്പ് ജസ്റ്റ് ഞാൻ ഒരു ക്ലിപ്പ് ഇവിടെ ആഡ് ചെയ്യാം, നിങ്ങളൊന്ന് കണ്ടു. ഉമ്മാരെ കോൺസെപ്റ്റിൽ എങ്ങനെയായിരുന്നു? ഈ കണ്ട വീടിനേക്കാളും കൊള്ളാം, നല്ല വൃത്തിയാക്കി എടുത്താൽ അടിപൊളി സ്ഥലം. റോഡിൽ നിന്ന് നല്ല കാറിൽ നിന്ന് കയറിയാൽ നാളെ അഗ്രിമെന്റ് എഴുതിക്കും. ഹാളിൽ നിന്നല്ല ഈ റൂമിൽ കയറാൻ ബാത്റൂം ഉണ്ട്, കൊള്ളാം. എന്തായാലും ഇനി നോക്കാൻ പോണ്ടേക്കും. അങ്ങനെ ഉമ്മാക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോഴേ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ ഇതങ്ങ് മേടിക്കാന്ന്. അങ്ങനെ നമ്മൾ മേടിച്ചല്ലേ. ഇതാണ് ജസ്റ്റ് ഇവിടേക്ക് നമ്മൾ ഈ ഇടയ്ക്കാണ് വന്ന് ഇവിടെ ചെറിയൊരു സ്ഥലമേ ഉള്ളായിരുന്നു ഫസ്റ്റ് നമ്മൾ വന്ന സമയത്ത്. ഇപ്പം നമ്മളവിടെ കുറച്ച് ഇടിച്ച് റെഡി ആക്കിയിട്ടുണ്ട്. അവക്ക് എന്ത് പറയാനുള്ളത്? പാപ്പയാണ് എല്ലാം നല്ല ഐശ്വര്യ നല്ല സ്ഥലങ്ങളായി. ഈ സ്ഥലത്ത് ഇടിഞ്ഞു കിടന്നാണ്, നമ്മൾ തന്നെ JCB കൊണ്ട് ഇടിച്ച് ലെവലാക്കി സ്ഥലമായി. നല്ല വീടായി. പിന്നെ ഞാനൊന്നും ഇതിന്റെ പുറകിൽ ഒന്നും ചെയ്തില്ല. ജസ്റ്റ് വാങ്ങണമെന്ന് പറഞ്ഞ് ബാക്കി എല്ലാ കാര്യങ്ങളും നോക്കിയത് വാപ്പായാണ് അല്ലേ? ഞാനും ഇന്ന് ഇതില് പ്രത്യേകിച്ച് ഒന്നിനും പോയില്ല. നമ്മൾ ഒപ്പിടാനും കാര്യങ്ങളും അതിനൊക്കെ പോയിട്ടുള്ളൂ. ബാങ്കിൽ എന്തൊരു അത്യാവശ്യമൊക്കെ ഉണ്ടെങ്കിൽ ബാക്കി എല്ലാ കാര്യങ്ങളും നോക്കിയതും പണികളും കാര്യങ്ങളും JCB കൊണ്ടൊന്ന് ഇടിച്ചതും കാര്യങ്ങളും എല്ലാം പുറകില് വാപ്പായായിരുന്നു നിന്ന് ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തത്. ആ കയറ് ഇട്ടേക്കുന്നൊക്കെ നമ്മളെ കേട്ടാ. നമുക്ക് ഏകദേശം ഒരു 15 സെന്റ് അല്ലേ അപ്പൊ ഗീസ്? അങ്ങനെ എൻ്റെ 23ാമത്തെ വയസ്സിൽ ഞാനൊരു 15 സെന്റ് വീട് സ്വന്തമാക്കിയിരിക്കുകയാണ്. ഭയങ്കര സന്തോഷമുണ്ട് ചേട്ടാ അല്ലേ? സന്തോഷമുണ്ടോ? നമ്മൾ മറ്റേ വീടൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. മറ്റേ വീട് കൊടുക്കുകയോ പണയം വയ്ക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അത് അവിടെ അതുപോലെ തന്നെ ഉണ്ട്. ബാക്കിയെല്ലാം നമ്മുടെ ഈ ഒരു ഇതിലാണ് മേടിച്ചത്. അപ്പം നീ ജസ്റ്റ് വീടിൻ്റെ അകവും കൂടെ ഒന്ന് കാണിച്ചു തരാം അല്ലേ? ജസ്റ്റ് വീടിൻ്റെ അകം കാണിച്ചു തരാം. എന്ന് വെച്ചാൽ വീടിൻ്റെ പരിപാടി ഒന്നും തീർന്നിട്ടൊന്നുമില്ല. ഇനി നമ്മുടെ ഇഷ്ടത്തിൽ നമുക്കിത് എന്ത് വേണോ ചെയ്യാം. ജസ്റ്റ് ഇത് പണി തീർന്ന് ഇങ്ങനെ കിടന്നൊരു വീട് സ്ഥലമാണ്. അത് നേരെ ഇറങ്ങുന്ന വഴിയാണ് കേട്ടോ. ജസ്റ്റ് ഫുള്ള് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മളിപ്പോഴും ഇവിടെ താമസിക്കാനൊന്നും പോകില്ല. വീടിൻ്റെ പണിയെല്ലാം തീർത്തിട്ട് മാത്രമേ ഇങ്ങോട്ട് വരത്തുള്ളൂ. അത് റോഡാണ് കേട്ടോ, മെയിൻ റോഡല്ല റോഡാണ്. അവിടെ നിന്ന് 100 മീറ്റർ ഇറങ്ങിയ മെയിൻ റോഡ്. ഇതാണ് വീട്. അത്യാവശ്യം നല്ല സ്ഥലമുണ്ട് കേട്ടോ. ഈ കയറ് പോയേക്കുന്നത് ഇങ്ങനെ നമ്മുടെ സ്ഥലമാണ്. കിണറുണ്ട്, കാര്യങ്ങളുണ്ട്. ഇവിടെ ഇത്രയും സ്ഥലമുണ്ട്. എത്ര വണ്ടി വേണം നമുക്ക് കൊണ്ടുപോകാം. ഇനി ഞാൻ ഇവിടെ ഒരു വലിയ ഗ്യാരേജൊക്കെ പണി ഫ്യൂച്ചറിൽ കുറേ വണ്ടികളൊക്കെ ഇങ്ങനെ നിരത്തിയിട്ട് കണ്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും അകത്തോട്ട് കയറാം. അതിലൂടെ വരട്ടെ. അങ്ങനെ വീടിൻ്റെ ഐശ്വര്യമായ ഉമ്മാക്ക് ചാവി കൈമാറുകയാണ്. തുറക്കി. ഓ
അങ്ങനെ നമ്മുടെ വീട് ആദ്യമായിട്ട് തുറക്കാൻ പോവുകയാണ്. ഇതിനു മുമ്പ് നമ്മൾ തുറന്നു, പക്ഷെ അന്ന് നമ്മളെ വീടല്ലായിരുന്നു. ഇതാ നമ്മളെ വീട് ആദ്യമായിട്ട് തുറക്കാൻ പോവുകയാണ്. സ്പീഞ്ചല് കയറിക്കോ, വലത്തേക്കാര് വെച്ച് കയറിക്കോ. അപ്പൊ ഇതാണ് വീടിന്റെ ആകം കേട്ടാ. കയറി വരുമ്പോ ഇപ്പൊ കാണാൻ കൊള്ളാല്ലേ അല്ലേ? അന്ന് വന്നപ്പോ ഇത്ര ഭംഗിയില്ലായിരുന്നു. അങ്ങനെ ഓരോ സ്ഥലങ്ങളും ഉമ്മ കാണിച്ചു വിടുമ്പോഴാണ് ഇന്ന് വീട് ഫുള്ള് കാണിക്കാനുള്ളത്. പറ, എന്നെ വിളിക്കണ്ട, ഉമ്മ പറഞ്ഞ് കാണിച്ചാൽ മതി. ഓരോന്ന് കാണിച്ചു കൊടുത്താൽ മതി. ഉമ്മ സംസാരിക്ക്. അത് ബാത്റൂം. സംസാരിക്കാൻ അങ്ങനെ പോകാതെ അടുത്ത റൂമിൽ പഠിപ്പിച്ചിട്ട് ഇതാണ് ആദ്യം റൂം. അടുത്ത റൂമിലോട്ട് പോവാം എന്ന് പറഞ്ഞിട്ട് വിളിച്ചോണ്ട് പോവും. ആൾക്കാർ കാണാൻ ഇരിക്കുകയാണ്. ഇനി അടുത്തത് ബാത്റൂം കാണിച്ച്. ഇത് ചെറിയൊരു ഷെൽഫ് ഉണ്ട് കേട്ടോ ഇവിടെ. ഇപ്പോഴത്തെ നിങ്ങളുടെ സ്ഥലം കണ്ടുവെച്ചാൽ കുറച്ച് നാളുകൂടെ കഴിയുമ്പോൾ നമ്മൾ ഇത് വേറെ ലെവലിലോട്ട് മാറ്റണമെന്നൊരു ആഗ്രഹമുണ്ട്. ഇത് ജസ്റ്റ് ഇപ്പോൾ ഉള്ള ഒരു സംഭവമായിട്ട്. ഇതാണ് ഉമ്മാക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം. സ്റ്റോർ റൂം, അത്യാവശ്യം സാധനങ്ങളൊക്കെ വെക്കാം. ഓ ഇപ്പൊ പ്രൊഫഷണലായി കേട്ടാ. ഇത് അടുക്കള. അടുത്ത് ഇതെന്തിനാണ്? ഗ്യാസൊക്കെ വയ്ക്കാനുള്ള സ്ഥലം. ഇവിടെ നമുക്ക് ഇത് വെളിയിൽ കിണർ കാര്യങ്ങൾ വെളിയിലോട്ട് ഇറങ്ങാനുള്ള സ്ഥലം. ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇതിന്റെ മേളിലുള്ള വ്യൂ, മേളിലെ അത് ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. കറണ്ടൊക്കെ ഉണ്ടോ? കറണ്ട്. ഇതൊക്കെ കറണ്ട് ഉണ്ട് കേട്ടാ. കറണ്ട് ഉണ്ടാകുന്ന ഇപ്പോഴാണ് നോക്കണ. അടുത്ത അർഷ് ബ്ലോഗർ അർഷ്. അടുത്ത സ്റ്റെയർ, മേലോട്ട് സ്റ്റെയർ കേസാണ്. യെസ്, ഇവിടെ ഇനി ഇതൊക്കെ പണിയണം കേട്ടാ. കൈവരിയൊക്കെ പണിയണം. അതൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഇത് മേളത്തെ അതെ സ്വാഗതം. നമ്മള് വലത്തേക്ക് വെച്ചിട്ട്. ഓ യെസ്, ഇതാണ് മുകളിൽ. ഇപ്പൊ ഇത്തിരി വെയിലാണ്, പക്ഷെ 4 മണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര വൈബാണ്. നല്ല രസമാണ് കേട്ടാ. യെസ്, ആ കാണുന്നത് ആയിരവല്ലി പാറയാണ് കേട്ടാ. കല്ലറുള്ളവർക്ക് അറിയായിരിക്കും. അപ്പൊ ആ ഒരു വ്യൂ ഒക്കെ ഇവിടെ നിന്നാ കിട്ടും. യെസ്, ഇവിടെയൊക്കെ നമുക്ക് സെറ്റാക്കി പണിയണമെന്നൊരാഗ്രഹമുണ്ട്. അതൊക്കെ ചെയ്യണം പതിയെ. ഇതിന്റെ കടങ്ങളൊക്കെ ഒന്ന് തീരട്ടെ. അവിടെ നമുക്കില്ലാത്ത ഇതാണ് നമ്മളെ വീട്ടില്. മേളിൽ കയറിയിരിക്കാൻ പറ്റൂലല്ലേ? നല്ല വ്യൂ ഇല്ല. ഓക്കെ. ഇവിടുന്ന് അങ്ങനെ ആദ്യമായിട്ട് ഇവിടെ പുള്ളപ്പെടുത്തിരിക്കുകയാണ് ഹർഷ്. ചിരി തന്നെയല്ലേ ഉമ്മാക്ക് ഭയങ്കര സന്തോഷത്തിന്റെ ചിരിയാണ്. ആരെടുത്തും പറഞ്ഞില്ല കേട്ടോ. നമ്മൾ ആരെടുത്തും പറഞ്ഞില്ല, ആരും അറിഞ്ഞില്ല. വീഡിയോ ഇടുമ്പോഴായിരിക്കും എല്ലാവരും, കുടുംബക്കാരും നാട്ടുകാരും കൂട്ടുകാരും എല്ലാവരും അറിയുന്നത്. യെസ്, അപ്പം നിങ്ങളുടെ അടുത്തും കൂടെയാണ് എല്ലാം റെഡി ആയിട്ട് പറയാമെന്ന് വിചാരിച്ചപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇന്ന് അല്ലേ? ഇന്ന് നമ്മുടെ എൻ്റെ പേരിലായിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ. കുറേ നാൾ വീഡിയോ ഇടാത്തത്. അപ്പോൾ ഇങ്ങോട്ട് വന്നു. കുറേ നാൾ വീഡിയോ ഇടാത്തത് ഇതിൻ്റെയൊക്കെ കുറച്ച് പുറകിലായിരുന്നു. പിന്നെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് വീഡിയോയും കാര്യങ്ങളൊക്കെ ഇടാത്തത്. ഇനി ഇടയ്ക്കൊക്കെ എന്തെങ്കിലും ഇതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഇടാം. അപ്പോൾ എന്തായാലും അപ്പോൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഈ ഒരു ചെറിയ വ്ളോഗ് കൂടെ വെച്ച് എൻഡ് ചെയ്യണം. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു കിടിലൻ വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ ഗീസ്, ലവ് യു, ടാറ്റാ.